2024-25 വർഷത്തെ ധനാഭ്യർത്ഥന ചർച്ചയിൽ ടി സിദ്ദിഖ് നടത്തിയ പ്രസംഗം ഭരണപക്ഷത്തെ വെള്ളം കുടിപ്പിക്കുന്ന തരത്തിലായിരുന്നു. അദ്ദേഹം പ്രധാനമായും ആഭ്യന്തര വകുപ്പിനെതിരെയും പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെയുമാണ് പ്രസംഗിച്ചത്. പിണറായിയുടെ സ്വന്തം മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞതടക്കം കണക്ക് വെച്ചുകൊണ്ടാണ് ടി സിദ്ദിഖ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിലേക്ക് സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സർ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ട് പ്രധാനപ്പെട്ടതായിരിക്കുന്ന നേതാക്കൾ വയനാട്ടിൽ വന്നുകൊണ്ട് പ്രസംഗിച്ചു സർ. അതൊന്ന് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സുൽത്താൻ ബത്തേരിയിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്രമന്ത്രിയായ സ്മൃതി ഇറാനിയുമായി. സർ, ആ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞത് അമേഠിയിൽ നിന്ന് ഞാൻ ഓടിച്ചതാണ് രാഹുൽ ഗാന്ധിയെ, നിങ്ങൾ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ ഇവിടെ നിന്ന് ഓടിച്ചു വിടണം എന്നുള്ളതായിരുന്നു. ആ സ്മൃതി ഇറാനിയെ അമേഠിയിലെ ജനങ്ങൾ ഓടിച്ചു, വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ ഹൃദയത്തോടു കൂടി ചേർത്ത് നിർത്തുകയും ചെയ്തു. അതിലേക്ക് കിടക്കാം. രണ്ടാമത്തെ അവിടെ പല ബൂത്തുകളിലും നിങ്ങൾ മൂന്നാം സ്ഥാനത്ത് അത് പരിശോധിച്ചു പോയി സർ. രണ്ടാമത്തെ വ്യക്തി ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സർ. മുഖ്യമന്ത്രി പറഞ്ഞത് ഇത്തവണ വയനാട് ചരിത്രം മാറ്റും എന്നാണ്. എന്നിട്ട് അദ്ദേഹം കോൺഗ്രസിനെതിരെ വാതോരാതെ പ്രസംഗം നടത്തി സർ. അതും ജനങ്ങൾ കേട്ടു. ആ ഭൂരിപക്ഷം 3,64,000 ജനം കൃത്യതയോടുകൂടി ജനം വിധിയെഴുതി. അത് മാത്രമല്ല, അത് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ 50,123 വോട്ടിന്റെ ഇടതുപക്ഷ ഭൂരിപക്ഷം 2,616 ജനം കുറയ്ക്കുകയും ചെയ്തു സർ. ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം സർ, ഇവിടെ മതേതരത്വത്തിന്റെ ഏറ്റവും വലിയതായിരിക്കുന്ന മുദ്രാവാക്യം മുഴക്കി ഒരുപാട് പ്രസംഗം നടന്നു സർ. ഒരു കാര്യം ചോദിക്കട്ടെ സർ, ആരാണ് സർ ഈ കാഫിർ പ്രയോഗത്തിന്റെ ഉപജ്ഞാതാക്കൾ? ആരാണ് സർ? ഒന്ന് പറയണല്ലോ സർ. നിങ്ങൾ നാദാപുരം, കുറ്റ്യാടി, തലശ്ശേരി, കൂത്തുപറമ്പ് ഏരിയയെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. വാദോരാതെ പ്രസംഗിച്ച് ഒരുപാട് പേരുണ്ടല്ലോ. തെങ്ങ് മുറിച്ചു, കമുങ്ക് മുറിച്ചു, വീടുകൾ തീയിട്ടു, ആഭരണങ്ങൾ കവർന്നു, ആക്രമണം നടത്തി, ബോംബേറ്, ആളുകളെ കൊന്നു, നിഷ്ഠൂരമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് വിധേയമായ ഒരു സ്ഥലം. അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ആ സെൻസിറ്റീവ് ഏരിയയിൽ പ്രയോഗിക്കേണ്ട വാക്കും സോഷ്യൽ മീഡിയയും ജാഗ്രതയും ഉണ്ടാകണം. ഞാൻ ചോദിക്കട്ടെ, മുടക്കോഴി മലയിൽ പോയി കൊടി സുനിയെ പിടിച്ച തിരുവഞ്ചൂർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ തിരുവഞ്ചൂരിന്റെ കയ്യിൽ നിങ്ങൾ ആഭ്യന്തരം 10 മിനിറ്റ് ഏൽപ്പിച്ചാൽ ഇതാരാ ചെയ്തത് എന്ന് ഞങ്ങൾ പുറത്തു കൊണ്ടുവരാം. നിങ്ങൾ ഏൽപ്പിക്കോ? നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ കയ്യിലാണ് ഈ സാധനം ഉള്ളത്. ഈ സാധനം നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. നിങ്ങളെ ഉണ്ടാക്കി. ഞാൻ ചോദിക്കുന്നു, KK ലതിക എന്തേ ഈ കാഫിർ പ്രയോഗത്തിന്റെ പോസ്റ്റർ ഡിലീറ്റ് ചെയ്തേ? എന്താ പോസ്റ്റർ ഡിലീറ്റ് ചെയ്തേ? ആരാണ് ഇതിന്റെ ഉപജ്ഞാതാക്കൾ? ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തവർ? പിന്നെ നിങ്ങൾ ഇവിടെ മറ്റൊരു പ്രയോഗം നടത്തി. പാർട്ടി പതാകയെ കുറിച്ച് വാദോരാതെ നിങ്ങൾ പ്രസംഗിക്കുകയുണ്ടായി. ഞാനൊരു കാര്യം ചോദിക്കുന്നു, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും പച്ച ഹരിത പതാക, ആ ഹരിത പതാകയെ നരേന്ദ്രമോദി പാകിസ്ഥാൻ പതാകയോട് ഉപമിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ വടകരയിൽ CPIM LDF നിങ്ങളുടെ സോഷ്യൽ മീഡിയ വാളുകളിൽ അതേ പാകിസ്ഥാൻ പതാകയായി നിങ്ങൾ അതിനെ മുദ്രകുത്തി. നിങ്ങളും BJPയും തമ്മിൽ എന്താ വ്യത്യാസം? അതിന് നേതൃത്വം കൊടുത്ത ആളുകളൊക്കെ ഇവിടെയുണ്ട്. ഇതിനൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വളരെ ഗൗരവതരമായ ഒരു മാനമുണ്ട് സാർ. ആ ഗൗരവതരമായ മാനം വിട്ടാണ് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സാർ. ഈ തെരഞ്ഞെടുപ്പിലെ കനത്ത ജനവിധി നിങ്ങളൊന്ന് പരിശോധിക്കണം. കാസർഗോഡ് രാവണേശ്വരം നെല്ലെടുപ്പ് സമരം നടന്ന സ്ഥലം സർ. നിങ്ങളുടെ പാർട്ടി പല ഗ്രാമങ്ങളിലും പുറകോട്ട് പോയി. ചരിത്രത്തിൽ ആദ്യമായി UDF പല ബൂത്തിലും ഭൂരിപക്ഷം സർ. മടിക്കൈ നിങ്ങളുടെ ചുവന്ന മണ്ണ. ആ ചുവന്ന മണ്ണിൽ മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ പല ബൂത്തിലും UDF സിന്ദാബാദ് സാർ. നിങ്ങൾ ഞങ്ങളുടെ പിറകിലാണ് സാർ. പാർട്ടിയുടെ ചരിത്രത്തോടൊപ്പം നടന്നതായ കയ്യൂർ ചീമേനി നിങ്ങൾ ആലോചിക്കണം. ചരിത്രത്തിൽ ആദ്യമായി 4 ബൂത്തിൽ UDF മുൻപന്തിയിലെത്തി. അവിടെ 1000 നിങ്ങളെ വോട്ടുകൾ ചോർന്നു എന്നുള്ളത് മാത്രമല്ല, BJPക്ക് ചരിത്രത്തിൽ ആദ്യമായി 1330 വോട്ടുകൾ നിങ്ങളിൽ നിന്ന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ എന്താ ഇവിടെ പറഞ്ഞ മുദ്രാവാക്യം? ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ സർ. ഇപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നരേഷൻ എന്താണെന്നറിയോ? പഠിക്കണം നിങ്ങൾ. ഇടതുണ്ടെങ്കിലേ BJP ഉണ്ടാവുകയുള്ളൂ എന്നതാണ് പുതിയ നരേഷൻ സർ. നിങ്ങൾ പറയണ്ട കേട്ടോ.
കരിവള്ളൂർ സമരം നടന്ന കണിയൻ പ്രദേശം ബി ജെ പിയുടെ വോട്ട് ക്രമാതീതമായി കൂടി, UDFന്റെ വോട്ട് കൂടി, നിങ്ങളുടെ വോട്ട് കുത്തനെ കുറഞ്ഞു. നിങ്ങൾ അടുത്തത് പരിശോധിച്ചോ, നിങ്ങളുടെ ഏറ്റവും വലിയ ചെമ്പതാകേന്തിയ സ്ഥലമാണ്, ചരിത്രമുറങ്ങുന്ന സ്ഥല മൊറാഴ. ആ മൊറാഴ ഉൾപ്പെട്ടതായിരിക്കുന്ന പഞ്ചായത്തിൽ 2019 NDAയുടെ വോട്ട് നിങ്ങൾ കൂടുതൽ കൊടുത്തത് 1204. സർ, കൂത്തുപറമ്പ് രക്തസാക്ഷി റോഷൻ, ഷിബുലാൽ, മധു, രാജീവൻ അടക്കമുള്ള രക്തസാക്ഷികൾ പറഞ്ഞതായിരിക്കുന്ന മണ്ണ. സർ, ആ രക്തസാക്ഷികൾ ഉൾപ്പെടെ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിങ്ങളുടെ പരാജയം 11,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് നിങ്ങൾ പുറകിൽ നിൽക്കുന്നത്. സർ, പയ്യന്നൂര് മെമ്പർ ഇവിടെ ഉണ്ടല്ലോ, 2021 അസംബ്ലിയിൽ 49,000 വോട്ടിന് നിങ്ങൾ ജയിച്ചതായ പയ്യന്നൂരിൽ 2024 നിങ്ങൾ കടന്നുകൂടുന്നത് ഈ ലോകസഭയിൽ 12,257 വോട്ടിനാ. സാർ, എന്റെ പ്രിയ സുഹൃത്ത് കല്യാശ്ശേരി അംഗംവട ഉണ്ടല്ലോ, 44,393 വോട്ടിനാ എന്റെ പ്രിയ സ്നേഹിതൻ അവിടെ ജയിച്ചത്. ഈ 2024 LDFന്റെ ഭൂരിപക്ഷം എത്രയെന്നറിയോ? 1058. സർ, അത് മാത്രമല്ല വയലാർ സർ, അവസാനിപ്പിക്കാം. സർ, വയലാർ രക്തസാക്ഷി മണ്ഡപം നിൽക്കുന്ന ചേർത്തലയിലെ ബൂത്ത് നമ്പർ 44, ആ ബൂത്തിൽ UDF ആണ് സാർ 1ാം സ്ഥാനം. നിങ്ങൾ അവിടെ പിറകില സാർ. പുന്നപ്ര സമരഭൂമി പഞ്ചായത്ത്, ആ പുന്നപ്ര സമരഭൂമി പഞ്ചായത്തിൽ UDF 1, 2ാം സ്ഥാനം അവിടെ BJP, നിങ്ങൾ അവിടെ 3ാം സ്ഥാനത്താ സാർ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങൾ പോകുന്നതായിരിക്കുന്ന പോക്ക്. സാർ, ധർമ്മടം പഞ്ചായത്ത്, അതിൽ പിണറായി വിജയൻ പഠിച്ച വാളുകൾക്കിടയിലൂടെ നടന്നു നീങ്ങിയതായിരിക്കുന്ന ബ്രണ്ണൻ കോളേജ് ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന ബൂത്ത് നമ്പർ 132, 138. ഒരു കാലത്ത് ഞങ്ങൾക്ക് ആർക്കും അങ്ങോട്ട് കടന്നു വരാൻ പറ്റില്ല സാർ. ആ ബൂത്തുകൾ മുഴുവൻ തകർന്നു എന്നുള്ളത് മാത്രമല്ല, അവിടെ UDF 1ാം സ്ഥാനം, BJP 2ാം സ്ഥാനം, LDF 3ാം സ്ഥാനമാണ് സാർ. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ജനവിധി ചെറിയ ജനവിധിയല്ല, കനത്ത ജനവിധിയാ. നിങ്ങളുടെ പാർട്ടിയെ കെട്ടിപ്പടുത്ത, പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, വിപ്ലവ വീര്യം തീർത്ത ധീര രക്തസാക്ഷികൾ പിറന്നതായ സകല മണ്ണും നിങ്ങളെ കൈവിട്ടു. ആ ചരിത്രത്തിൽ നിന്ന് പാഠം നിങ്ങൾ ഉൾക്കൊണ്ടില്ല എങ്കിൽ നിങ്ങൾ ഇതിനേക്കാൾ തകരും. നിങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. കാരണം നിങ്ങൾ തകരുന്നത് നിങ്ങളുടെ പ്രവർത്തകർ താമരയ്ക്ക് കുത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ആ ഉത്തരവാദിത്വം നിങ്ങൾ മനസ്സിലാക്കണമെന്നുകൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ